ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വത്തക്ക വെച്ച് ചെയ്യാൻ പറ്റുന്ന 3 കിഡിലൻ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം നല്ല ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് വത്തക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുരുവൊക്കെ ഉണ്ട്, അങ്ങനെ തന്നെ ഞാൻ മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുരു കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്തായാലും ഇത് അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, വളരെ ചെറുത് മതി, ഒരുപാട് എടുക്കരുത്, ടേസ്റ്റ് മുന്നിൽ നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു 3-4 കുഞ്ഞ് പുതിന ഇല ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പുതിനയിലേൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ 1-2 ചേർത്താൽ മതി, കൂടുതൽ ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും തന്നെ ആ ബത്തക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് അരിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ അരിച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് അത്രയും ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വത്തക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വത്തക്ക ഇടുമ്പോൾ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വേണമെന്നുള്ളവർക്ക് ഒരുപാട് ഇട്ട് കൊടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സോഡയാണ്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന സോഡ ഉണ്ടല്ലോ, ആ സോഡയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3/4 ഗ്ലാസ് ജ്യൂസും ബാക്കി നമ്മൾ സോഡയും ചേർത്ത് കൊടുക്കും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുടിക്കാനായിട്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ കൂൾ ബാറിലൊക്കെ പോയാലൊക്കെ കിട്ടുന്നതാണ്, വാട്ടർമെലൺ മൊജിറ്റോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുടിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വത്തക്ക വെള്ളമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 2 കപ്പ് വത്തക്ക ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ആൾക്കാരാണോ ഉള്ളത് അതിനനുസരിച്ച് വത്തക്ക എടുക്കുക, അത് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ 2 കപ്പ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത വത്തക്കയും വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനകത്തോട്ട് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, നിങ്ങൾ കണ്ടല്ലോ വലപ്പോൾ, ഇതിൽ കൂടുതൽ എടുക്കരുത്, അപ്പൊ ഇഞ്ചിയുടെ കുത്തൽ വരും. അപ്പൊ ഇത്രയും ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള നല്ല നീരുള്ള ചെറുനാരങ്ങയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ പുളി നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ഒത്തിരി ചെറിയ നാരങ്ങയാണെങ്കിൽ 2 നാരങ്ങ വരെ എടുക്കുക. അപ്പൊ അത് നമുക്ക് ഇതിനകത്തോട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉണ്ടാവുക. തണ്ണിമത്തന്റെ മധുരവും നാരങ്ങയുടെ ചെറിയൊരു പുളിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പൊ അതേ ഞാൻ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേറൊരു ഇൻഗ്രീഡിയന്റും കൂടെ ചേർക്കാനുണ്ട്. അപ്പൊ അതേ ഇതാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പുതിനയിലയാണ്. ഞാനിവിടെ 3 പുതിനയില ചേർത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ചേർക്കാൻ നോക്കുക. എൻ്റെ അടുത്ത് അത്ര ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു 3 ഇല വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഒത്തിരി വലുതല്ല കേട്ടോ, ഒരു മീഡിയം സൈസുള്ള ഇലയാണ്. അപ്പൊ ഇതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാരയാണ് വേണ്ടത്. ഇതിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് തണ്ണിമത്തന്റെ മധുരം നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഞാനിവിടെ ഒരു 3-3.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പൊ നല്ല മധുരമുള്ള തണ്ണിമത്തനാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ടി വരില്ല. അപ്പൊ അത് നോക്കിയിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പൊ അതേ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. കുരോടെ തന്നെയാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കുരുവൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ആ കുരുവൊക്കെ നമുക്ക് ഒന്ന് അരിച്ച് കളയണം. അപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കുക. അപ്പൊ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുരു കാര്യങ്ങളൊക്കെ അങ്ങ് കളയാം. അപ്പൊ അതേ നമ്മുടെ ഈ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഈ ജ്യൂസിന് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. ഇഞ്ചിയുടെയും നാരങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി നമ്മൾ ഇതിനകത്തോട്ട് 2 കപ്പ് തണ്ണിമത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുവൊക്കെ പെട്ടിട്ടുണ്ട്, കുറെയൊക്കെ ഞാൻ കളഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മുഴുവനായിട്ട് അങ്ങ് കളഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കളയാതെയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് കസ്കസ് കുതിർത്തിയതാണ്. അപ്പൊ ഞാനൊരു 3 ടീസ്പൂൺ കസ്കസ് അത്രയൊക്കെ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഈ തണ്ണിമത്തന്റെ കൂടെ കസ്കസ് അധികം അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല, പക്ഷെ നല്ല കോമ്പിനേഷൻ ആണ്, നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കാനായിട്ട്.
അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നല്ല തണുത്ത തണ്ണിമത്തനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തണുപ്പുണ്ടാവും കുടിക്കാനായിട്ട്, അപ്പോൾ തന്നെ നമുക്ക് കുടിക്കാം. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും തണുപ്പോടെ തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോൾ അതേ ഞാനൊരു ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്, കാണാനും നല്ല മൊഞ്ചാണ്. അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ചെറുനാരങ്ങയുടെ പീസ് മേളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു ബത്തക്ക ജ്യൂസാണ്, നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് പാല് നല്ലപോലെ കട്ടയാക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. പിന്നെ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 കപ്പ് തണ്ണിമത്തനും ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മിക്സിക്കകത്തോട്ട് ഈ തണ്ണിമത്തനൊന്ന് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണം നമ്മൾ ഇതിനകത്തോട്ട് പാല് ചേർക്കാനായിട്ട്. തണ്ണിമത്തൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ കളഞ്ഞിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീം ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അഥവാ ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഷേക്ക് അടിച്ചാലും നല്ല ടേസ്റ്റാണ്. പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് വാനില ഐസ്ക്രീം ചേർക്കുന്നതാണ്. അപ്പോൾ ഞാൻ 2 സ്കൂപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ തണ്ണിമത്തൻ്റെ ഷേക്കായി. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് നോമ്പല്ലേ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം പോലെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ വെള്ളം പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തണ്ണിമത്തൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1.5 കപ്പ് തണ്ണിമത്തൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ദാഹവും വിശപ്പും ഒക്കെ മാറും. നല്ലതാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രയും ചേർത്ത് കൊടുക്കുക തണ്ണിമത്തൻ. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇത് കുറച്ച് ലൂസായിട്ട് കിട്ടും. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2-3 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നല്ല ലൂസായിട്ടാണുള്ളത്, നമുക്ക് കുടിക്കാനും കഴിക്കാനും പറ്റുന്ന പരുവമാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഷേക്ക് പോലെയാണ് വേണ്ടെങ്കിൽ ഇതുപോലെ പീസസ് ചേർക്കണ്ട, ഐസ് ക്യൂബ്സ് ഇടണ്ട, അതിന് മുമ്പുള്ള ആ പരുവത്തിൽ എടുത്താൽ മതി. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാനും കൂടെ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് ഐസ്ക്രീം ഇട്ടൊന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഐസ്ക്രീം വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആണെന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ തണ്ണിമത്തൻ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ കുടിക്കണേ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള ഡ്രിങ്ക്സ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ബത്തക്കയൊക്കെ നന്നായിട്ട് കിട്ടണ സീസണാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.